ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 50-day മൂവിംഗ് ആവറേജിൽ കറക്റ്റ്ലി ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ലോയിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ 23,000-22,500 വരെയൊക്കെ നമ്മുടെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് പൊട്ടുമോ മാർക്കറ്റ് മുകളിൽ പോയി എന്തോ ആയിക്കോട്ടെ, നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ആക്ച്വലി ഈ മാസം ഇനി ട്രേഡേ ചെയ്യേണ്ട, ഓഗസ്റ്റിൽ ട്രേഡ് വേണ്ട, വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നൊരു സിറ്റുവേഷനിലാണ് നമുക്കിപ്പോൾ ലോട്ടറി അടിച്ച മാതിരി നല്ല മൂവ്മെൻറ്റ്സ് കിട്ടിയത്. അൺഫോർച്യുനേറ്റ്ലി താഴ്ത്തോട്ടായി പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്യാൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ 100 വർഷം മുമ്പ് തന്നെ 2025 മുതൽ 2027 വരെ വേൾഡിൽ റിസിഷനാണെന്ന് പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഫിയർ ഇൻഡെക്സ്, അതായത് വോളറ്റൈലിറ്റി ഇൻഡെക്സ് ഒരു അസാധ്യമായിട്ടുള്ള മൂവ്മെൻ്റാണ് നടത്തിയിരിക്കുന്നത്. 2008-നും 2020 കൊറോണ ക്രാഷിനും തൊട്ടു മുൻപ് സംഭവിച്ചതുപോലെ US വിക്സ് 68-70% അപ്പായിരിക്കുകയാണ്. അപ്പോൾ 2 പ്രാവശ്യം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഒന്ന് 2008 ക്രാഷിലും പിന്നീട് ഈ പറയുന്ന പാൻഡമിക്, അതായത് കൊറോണ പാൻഡമിക്കിന് മാത്രമാണ്. അപ്പോൾ വീണ്ടും അതുപോലൊരു എക്കണോമിക് ഫ്രീസിങ്ങിലേക്കോ അല്ലെങ്കിൽ ഒരു വലിയ ഹ്യൂജ് മാർക്കറ്റ് ഫാളിലോട്ടൊക്കെയാണോ മാർക്കറ്റ് പോകുന്നത്? വിക്സിൽ നിന്ന് നമ്മൾ എന്താണ് റീഡ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ വിക്സ് ഉണ്ട്. ഇന്ത്യ വിക്സിൽ നിന്ന് എന്താണ് റീഡ് ചെയ്യേണ്ടത്? ഈ മാർക്കറ്റ് ക്രാഷിനെ എങ്ങനെ റീഡ് ചെയ്യണം? എന്ത് തോന്നുന്നു? നമ്മൾ കറക്ഷൻ വരും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു കറക്ഷൻ 2 ദിവസത്തിനുള്ളിൽ, അല്ലേ, ഒരു 3 ഡേയ്സിനുള്ളിൽ ഒരു ഹ്യൂജ് കറക്ഷനാണ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. എല്ലാ പോർട്ട്ഫോളിയോസും നല്ല ചുമപ്പ് കത്തി ബ്ലഡ് ബാത്ത് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പോലെ നിൽക്കുകയാണ്. സോ എല്ലാവരും തിരയുന്നൊരു കാര്യമായിരിക്കും, ഇസ് ഇറ്റ് എ ഗുഡ് ടൈം ഫോർ ബൈങ് സ്റ്റോക്സ്, അല്ലെങ്കിൽ ഇവിടുന്ന് റിക്കവറി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇനിയും പൊട്ടുമോ, അല്ലേ? അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് വിക്സ് എന്ന് പറയുന്ന ഒന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, പല ബിഗിനേഴ്സിനും എന്താണ് വിക്സ് എന്ന് അറിയില്ല എന്നുള്ളത് വളരെ വിക്സ് എവിടെ പോയി നോക്കാം. ആദ്യമായിട്ട് ഇന്ത്യ വിക്സ് എവിടെ പോയാൽ കാണാൻ പറ്റും? അതിന് ചാർട്ടുണ്ടോ? അതിനകത്ത് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യണോ? ഇന്ത്യ വിക്സ് നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നമ്പർ കാണിക്കും. അതൊരു പെർസെൻറ്റേജ് ആണ്. അതായത് നമ്മുടെ അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ള, നമ്മുടെ മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി എത്ര ശതമാനം മുകളിലോട്ടും താഴത്തോട്ടും പെട്ടെന്ന് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് 45 ഡേയ്സിനുള്ളിൽ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ഹിസ്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു നെക്സ്റ്റ് മൂവ്മെൻറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഇതിനെ ഫിയർ ഇൻഡെക്സ്, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഹോപ്പ് ഇൻഡെക്സ് എന്നുകൂടി വിളിക്കാറുണ്ട്. അത് മാർക്കറ്റിൽ എത്രമാത്രം ഹോപ്പ് ഉണ്ട് മുന്നോട്ടോ താഴത്തോട്ടോ പോകാനുള്ള ഒരു മൂവ്മെൻറ്റ്, ആർക്ക്? ബയ്യേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ ഹോപ്പിനെയാണ് ആക്ച്വലി ഇന്ത്യ വിക്സ് കാണിക്കുന്നത്. അപ്പം നോർമൽ വാല്യൂ കുറേ നാളുകളായിട്ട് അത് 12-13 ലെവലിലാണ് ഇന്ത്യ വിക്സ് നിന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ ഇന്ത്യ വിക്സ് എബോവ് 20 പോയി. അപ്പോൾ ഇതിനു മുമ്പ് തൊട്ടടുത്ത് എബോവ് 20 വന്നത് എലക്ഷൻ്റെ സമയത്ത് മാത്രമാണ്. ഈ പറയുന്ന ഒരു 30 ഒക്കെ ടച്ച് ചെയ്ത് എലക്ഷൻ റിസൾട്ടിന് ശേഷമാണ്. കാരണം എലക്ഷൻ റിസൾട്ടിന് ശേഷം ഒരു അൺസർട്ടനിറ്റി വന്നു. മാർക്കറ്റിലൊരു അൺസർട്ടനിറ്റി വരുമ്പോൾ മാർക്കറ്റിന് ഇഷ്ടമല്ലാത്ത സാരം എന്താണ്? അൺസർട്ടനിറ്റിയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അൺസർട്ടനിറ്റി വരുമ്പോൾ മാർക്കറ്റിൽ വോളറ്റൈലിറ്റി കൂടും, വലിയ മൂവ്മെൻറ്റുകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വിക്സിൻ്റെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ വിക്സ് 20 ടച്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തൊക്കെയോ വലുത് സംഭവിക്കാനിരിക്കുന്നു. നമ്മൾ US-ലോട്ട് നോക്കുകയാണെങ്കിൽ ഈ വിക്സ് എന്ന് പറഞ്ഞ സാധനം US-നുണ്ട്. US മാർക്കറ്റിൻ്റെ വോളറ്റൈലിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് US-ൻ്റെ വിക്സ്. US വിക്സ് ഈ പറയുന്ന 68-70% ജമ്പ് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് 2 പ്രാവശ്യമാണ്, ഞാൻ ഇൻട്രോ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഇത് വന്നിട്ടുള്ളൂ. ഒന്ന് 2008 എക്കണോമിക് ക്രാഷാണ്, പിന്നെ പാൻഡമിക് ക്രാഷാണ്. ഈ 2 ക്രാഷും നിയർലി 50% ക്രാഷ് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തവണയും ഇനി വരാൻ പോകുന്ന പോലെ 50% കറക്ഷനാണോ എന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അറിയില്ല, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ റീസൺസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. വിക്സ് എങ്ങനെ റീഡ് ചെയ്യണം, വിക്സ് വെച്ചുകൊണ്ട് ഓപ്ഷൻ ട്രേഡേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ബിഗിനേഴ്സിന് ഒരു പക്ഷേ നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും, അല്ല? വിക്സ് എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കാണ് എന്നുള്ള രീതിയിൽ നമുക്ക് റീഡ് ചെയ്യാം. സോ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ക്രാഷ് ഗ്ലോബലി ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അല്ലേ? ഗ്ലോബൽ ഇൻഡസ്ട്രീസിലാണ് ഉണ്ടായിട്ടില്ല. ഗ്ലോബലി വന്ന ആ ഒരു ക്രാഷ് ഇന്ത്യൻ മാർക്കറ്റിൽ ചെറുതായിട്ടൊന്ന് റിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. തുടങ്ങുന്നത് US-ലെ ജോബ് ഡേറ്റ വന്ന സമയത്താണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ US-ൽ ജോബ് ഡേറ്റ വന്നു കഴിഞ്ഞപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടി എന്ന് മാത്രമല്ല, ഉള്ള ജോലിക്കാരുടെ ആ ഒരു അവർലി ചാർജസ് ഒക്കെ അവർ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജസ് കൂടുകയാണ് ചെയ്തത്. ഇപ്പോൾ $10 ആയിരുന്നത് $11 അവർലി കൊടുക്കേണ്ട ഒരു അവസ്ഥ US-ൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
IT കമ്പനികളുടെ ചിലവ് കൂടുകയും വലിയൊരു ചിലവ് അവിടെ വരികയും IT കമ്പനികൾ നാസ്ഡാക്ക് കൂടുതൽ കറക്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ പിറ്റേ ദിവസം സംഭവിച്ചതൊരു വളരെ വിലപ്പെട്ടൊരു കാര്യം. ജപ്പാൻ്റെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. നമുക്കറിയാം, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പണച്ചുരുക്കം സംഭവിക്കും, എക്കണോമി ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങും. ഇതാണ് ജപ്പാനിൽ ആക്ച്വലി നടന്നത്. പക്ഷേ ഈ ജപ്പാൻ്റെ സിറ്റുവേഷനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. ജപ്പാൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജപ്പാൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് 92-93 ഹൈ ബ്രേക്ക് ചെയ്ത് ഈ അടുത്താണ് ഒരു വലിയ റാലി നടത്തിയത്. അത് 92 ഉണ്ടാക്കിയ ഹൈ ഇപ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് ജപ്പാൻ്റെ ഒരു എക്കണോമി എന്നുള്ളതാണ്. ജപ്പാൻ എക്കണോമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡ് ബാങ്ക് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. എല്ലാവരും ജപ്പാനിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, പലിശയില്ല. മാത്രമല്ല ഇവർ ചവറ് പോലെ ലോൺ കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇന്ത്യ വരെയും ഭയങ്കരമായിട്ട് ലോൺ എടുക്കുന്നത് ജപ്പാനിൽ നിന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും വലിയ കമ്പനികളും ജപ്പാനിൽ നിന്ന് ഇങ്ങനെ ലോൺ എടുത്ത് ഇങ്ങനെ കൂട്ടി. ഈ ലോൺ എടുത്ത് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ പലിശ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. പെട്ടെന്ന് ജപ്പാൻ എന്ത് ചെയ്യുന്നു? പലിശ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഇനി മുതൽ എടുത്തുകൊണ്ടുപോയ ലോണിനൊക്കെ പലിശ അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികളുടെയും വലിയ ലാഭത്തിൻ്റെ ഒരു വിഹിതം ജപ്പാനിലോട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് ജപ്പാനിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഇത് നേരെ ജപ്പാൻ്റെ എക്കണോമീനെ എഫക്റ്റ് ചെയ്യും. ജപ്പാനിൽ ഒരു വലിയ എക്കണോമിക് ക്രാഷ്, ഒറ്റ ദിവസം തന്നെ 13-15% വലിയ ക്രാഷ് ഉണ്ടാകുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് 6-ാം തീയതിയാണ്. അപ്പോൾ 6-ാം തീയതിയിലത്തെ രാവിലത്തെ അപ്ഡേറ്റ്സ് ഞാൻ നോക്കുമ്പോൾ ജപ്പാനിലെ റിസർവ് ബാങ്ക്, നമ്മുടെ പോലത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ചീഫിനെ പാർലമെൻറ്റിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണത് കൂട്ടിയത്? ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കൃത്യമായിട്ട് പാർലമെൻറ്റിന് കൊടുക്കണം. ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇത്രയും വലിയ എക്കണോമിക്കൽ ക്രൈസിസിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള റീസൺ എന്താണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെയും ഇപ്പോൾ നമ്മൾ ഫെഡിൻ്റെ റിസർവിൻ്റെ ഓണറിൻ്റെ ഫെഡിൻ്റെ പവലൊക്കെ വരുമ്പോൾ നമ്മൾ പവലിനെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം പവൽ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളൊരു ധാരണയുണ്ട്. ഇപ്പോൾ വേൾഡ് മൊത്തം ജപ്പാനിലോട്ട് നോക്കുകയാണ്. ജപ്പാൻ്റെ റിസർവ് ബാങ്ക് ഗവർണർ വന്നിട്ട് എന്താണ് പറയാൻ പോകുന്നതെന്നാണ് എല്ലാവരും ഉറ്റു നോക്കുന്നത്. അപ്പോൾ ഇനിയും അത്രയും വലിയ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം ചിലപ്പോൾ പറയണം എന്നില്ല. ബട്ട് ഇത് ഏഷ്യൻ മാർക്കറ്റുകളെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. നമ്മുടെ ഹോങ്കോങ് ഉൾപ്പെടെയുള്ള ടിൻ മാർക്കറ്റ്, ഇപ്പോൾ ചൈന, ഹോങ്കോങ്, ആ ഒരു മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. കാരണം ജപ്പാൻ്റെ അടുത്ത ഏഷ്യൻ മാർക്കറ്റാണ്. ഇന്ത്യനെ ഹിറ്റ് ചെയ്തു, US ഹിറ്റ് ചെയ്തു, US എല്ലാ IT കമ്പനികളെ ഹിറ്റ് ചെയ്തു. ഇതുകൂടാതെ ഇന്നലെ മറ്റൊരു ന്യൂസ് കൂടിയുണ്ട്. നമ്മുടെ വാരൻ ബഫറ്റ് ആപ്പിളിൻ്റെ സ്റ്റോക്സ് ഭയങ്കരമായിട്ട് സെൽ ഓഫ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അത് കൂനുമേൽ കുരു എന്ന് പറയുന്ന മാതിരി എന്ത് ചെയ്തു? ആപ്പിളിൻ്റെ സ്റ്റോക്സിനെ ഇന്നലെ പിന്നീടും എഫക്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ. നമ്മൾ നേരെ വിക്സിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ വിക്സിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലോബൽ സിറ്റുവേഷൻ. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു മറ്റ് രാജ്യങ്ങൾ എന്നുള്ളതാണ് ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം പറയാം. സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ ഹിസ്റ്റോറിക്കലി തന്നെ പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്യാൻ തിയറി എന്ന് പറയുന്ന ഗ്യാൻ ലെവൽസ് ഉണ്ട്. അപ്പോൾ ഗ്യാൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ 100 വർഷം മുമ്പ് തന്നെ 2025 മുതൽ 2027 വരെ വേൾഡിൽ റിസിഷനാണെന്ന് പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 2025 മുതൽ 2027 വരെ US മേജർ ഇൻഡെക്സ് ഡൗൺ സൈഡ് ആയിരിക്കും എന്ന് 100 വർഷം മുമ്പ് 1920 തന്നെ ഹൈസും ലോസും അദ്ദേഹം ഗ്യാൻ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡൗൺ സൈഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ റിസിഷൻ ഫിയർ കൂടി വരുന്നു. ഗ്യാങ് പണ്ടേ പ്രവചിച്ച് വെച്ചിരിക്കുന്നു ജപ്പാനിൽ ക്രൈസിസ്. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പിക്കേണ്ടതാണോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇന്ത്യനെ ഇത് ചിലപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു നോർമൽ എക്കണോമിക്ക് ഇത് ഭയങ്കര വലിയ ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഈ വിക്സിലുണ്ടായ ഒരു വലിയ ചേഞ്ച് ഓപ്ഷൻ ട്രേഡേഴ്സിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? അതായത് ബൈയിങ് ചെയ്യണോ, സെല്ലിങ് ചെയ്യണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ട്രേഡിംഗ് സെറ്റപ്പിൽ ട്രേഡേഴ്സ് കൊണ്ടുണ്ട് ചേഞ്ച് എന്തൊക്കെയാണ്? ഇതിപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞു, ബഡ്ജറ്റ് കഴിഞ്ഞു, ഇനി മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റുകളൊന്നും ഉണ്ടാകില്ല, സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും എന്നാണ്. എന്താണ് വിക്സ് ലോ ആയിട്ട് എനിക്ക് തോന്നുന്നു വിക്സ് 12 വരെയൊക്കെ എത്തി. നോർമലി വിക്സ് വരുന്നത് ഒരു ആവറേജ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് 12, 11, 13 റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ഇനി വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബൈക്ക് യാതൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല എന്നാണ് നമ്മളെല്ലാവരും കരുതിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്ത് പറ്റി? ഇത്രയും സിറ്റുവേഷൻ വന്നു, വോളറ്റൈലിറ്റി വന്നു. ആസ് എ ട്രേഡർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ട്രേഡർക്ക് ട്രേഡ് ചെയ്യാൻ എന്ത് വേണം? മാർക്കറ്റ് മുകളിൽ പോകണം എന്നില്ല, മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും നന്നായിട്ട് മൂവ് ചെയ്താൽ മതിയല്ലോ. അതാണ് നമുക്ക് വന്നിരിക്കുന്ന സന്തോഷം.
മാർക്കറ്റ് പൊട്ടുമോ മാർക്കറ്റ് മുകളിൽ പോയി എന്തോ ആയിക്കോട്ടെ, നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ആക്ച്വലി ഈ മാസം ഇനി ട്രേഡേ ചെയ്യേണ്ട, ഓഗസ്റ്റിൽ ട്രേഡ് വേണ്ട, വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നൊരു സിറ്റുവേഷനിലാണ് നമുക്കിപ്പോൾ ലോട്ടറി അടിച്ച മാതിരി നല്ല മൂവ്മെൻറ്റ്സ് കിട്ടിയത്. അൺഫോർച്യുനേറ്റ്ലി താഴ്ത്തോട്ടായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫിയർ ഫാക്ടർ കൂടുമ്പോൾ മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവുകയും മാർക്കറ്റിനെ സ്പെക്കുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിനെ ഫാൾസ് ബ്രേക്ക്ഔട്ട്സോ ഫാൾസ് മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊന്നും സാധിക്കില്ല. കാരണം റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഹ്യൂജ് ആയതു, അതുപോലെ തന്നെ FII പാർട്ടിസിപ്പേഷൻ ഹ്യൂജ് ആവുന്ന സമയത്ത് ടെക്നിക്കൽ അനാലിസിസ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. സ്റ്റോപ്പ് ലോസുകളൊക്കെ വലുതായിരിക്കും, പക്ഷേ ടെക്നിക്കൽ അനാലിസിസ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ വിക്സ് കൂടി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുക, കോളിൻ്റെയും പുട്ടിൻ്റെയും പ്രീമിയം കൂടും. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് വിക്സ് കൂടിയതുകൊണ്ടാണ് കോളിൻ്റെയും പുട്ടിൻ്റെയും പ്രീമിയം കൂടുന്നതാണ്. ശരിക്കും അങ്ങനെയല്ല, കോളിൻ്റെയും പുട്ടിൻ്റെയും പ്രീമിയം കൂടിയതുകൊണ്ടാണ് വിക്സ് കൂടിയത്. അപ്പോൾ പ്രീമിയത്തിലായിരിക്കും ഈ സാധനം ഫസ്റ്റ് എഫക്റ്റ് ചെയ്യുക. പ്രീമിയത്തിന് അത് IV എഫക്റ്റ് ചെയ്യും. നമ്മൾ ഇംപ്ലൈൻഡ് വോളറ്റാലിറ്റി എന്ന് പറയുന്നത്, ഇംപ്ലൈൻഡ് വോളറ്റാലിറ്റി ഒരു ഹിസ്റ്റോറിക്കൽ ടൈമാണ്. അപ്പോൾ പ്രീവിയസ് 45 ഡേയ്സിൻ്റെ വോളറ്റാലിറ്റിയുടെ ഒരു ആവറേജാണ്. അപ്പോൾ വിക്സ് IV പയ്യെ മൂവ് ചെയ്യത്തുള്ളൂ, വിക്സ് ആദ്യം മൂവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ പ്രീമിയം മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറ്റും, നേരെ IV കൂടി. നമ്മൾ പുട്ട് സൈഡിനും കോൾ സൈഡിനും സെപ്പറേറ്റ് IV ഉണ്ട്. കോളിൻ്റെയും പുട്ടിൻ്റെ IV എപ്പോഴും സെയിം അല്ല, ഇറ്റ്സ് ഡിഫറെൻറ്റ്. നമ്മൾ പുട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ പുട്ട് സൈഡിൻ്റെ IV ആണ് ഭയങ്കരമായിട്ട് ജമ്പ് വന്നിരിക്കുന്നത്. ഇറ്റ് മീൻസ് മാർക്കറ്റ് കൂടുതൽ ഫിയർ സൈഡിലോട്ടാണ് മൂവ് ചെയ്യാൻ സാധ്യത എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ വിക്സ് കൂടിക്കഴിയുമ്പോൾ ഓപ്ഷൻ ബയേഴ്സ് ക്വാണ്ടിറ്റിയുടെ അളവ് കുറച്ച് എമൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസുകൾ വലുതാക്കി വെക്കുക ആണ് അവർക്ക് സർവൈവ് ചെയ്യാനുള്ള. ടെക്നിക്കൽ അനാലിസിസ് വർക്ക് ചെയ്യും, ബട്ട് സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതായിരിക്കും, വലിയ വിക്കുകളൊക്കെ അടിക്കും. അപ്പോൾ അതനുസരിച്ച് ട്രേഡ് സെറ്റപ്സ് അറേഞ്ച് ചെയ്ത് ട്രേഡ് ചെയ്യാനാണ് അവർ ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സെല്ലേഴ്സിനും ഇത് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 50 രൂപ ഉണ്ടായിരുന്ന പ്രീമിയം ഇപ്പോൾ 100 രൂപയാണ്. 100 0 ആയി പോകേണ്ടതാണ്, 50 0 ആയിട്ട് പോകേണ്ടതാണ്. 50 ആയിട്ടിരിക്കുന്ന ആളുടെ സെല്ലേഴ്സിന് നല്ലത്. അതുകൊണ്ട് തന്നെ സെല്ലേഴ്സിനും ഇത് ചാകര തന്നെയാണ്. നോൺ ഡയറക്ഷണൽ സെല്ലേഴ്സിനേക്കാളും ഡയറക്ഷണൽ സെല്ലേഴ്സിനാണ് ഇത് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ സമയമാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, എനിക്ക് തോന്നുന്നു ബയേഴ്സിനും ഓപ്പർച്യൂണിറ്റിയാണ്, സെല്ലേഴ്സിനും ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇൻവെസ്റ്റേഴ്സിനും സ്വിംഗ് ട്രേഡേഴ്സിനും ആണ് ഈ ഒരു സൈക്കിളിൽ എന്താ പറയുക സർവൈവ് ചെയ്യാനായിട്ട്. പക്ഷെ അതും ഓപ്പർച്യൂണിറ്റി ആക്കാം. മാർക്കറ്റ് ഫാൾ ചെയ്യട്ടെ. ഇപ്പം നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിലുണ്ടെന്ന് കരുതുക. മാർക്കറ്റ് ഫാൾ ചെയ്തല്ലോ, ഇപ്പോൾ കൊണ്ടുപോയി എല്ലാം ഇടണ്ട, ഒരു 25,000 ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യും. ഇനി ഫാൾ ചെയ്യട്ടെ, അപ്പം 25,000 വീണ്ടും ഇടാം. പിന്നെ ഫാളോ ചെയ്യുകയാണെങ്കിൽ അടുത്ത 25,000 ഇടാം. സോ മാർക്കറ്റ് ഒരു ദിവസം തിരിച്ച് കയറുമല്ലോ. പിന്നെ മാർക്കറ്റ് അങ്ങനെ തിരിച്ച് കയറാതിരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. മാർക്കറ്റ് എന്തായാലും തിരിച്ച് കയറിയിരിക്കും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു മാർക്കറ്റ് സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഫ്രീ ഫാൾ അല്ല. എനിക്ക് തോന്നുന്നു ഇന്നൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, ദെൻ രാവിലെ ചെറിയ റിക്കവറി കാണിച്ചു, അതിന് ശേഷമാണ് ഈ ആഫ്റ്റർനൂണാണ് ആ ഒരു സെൽ ഓഫ് വന്നത്. അപ്പോൾ ഈ ഒരു സെൽ ഓഫ് കുറച്ചും കൂടി നാൾ ഈ ഒരു സെൽ ഓഫ് വരുമോ, അതോ ഇതിനൊരു ചെറിയ റിക്കവറി വരാനുള്ള ചാൻസ് ഉണ്ടോ? നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് വലിയ കാര്യമായിട്ടൊന്നും ഫാൾ ചെയ്തിട്ടില്ല. നമ്മുടെ മാർക്കറ്റിൽ ഒരു ആവറേജ് കറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 7 to 8% ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് വരെ ഇപ്പോഴും എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ 25,000 നിന്ന് 24,000 വെച്ച് നോക്കുകയാണെങ്കിൽ 50 ഡേ മൂവിങ് ആവറേജിൽ മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 50 ഡേ മൂവിങ് ആവറേജിൽ കറക്റ്റ്ലി ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതിന്റെ ലോ പോയി കഴിഞ്ഞാൽ ഫർദർ സെൽ ഉണ്ടാവാനുള്ള ചാൻസ് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ 23, 22, 500 വരെയൊക്കെ നമ്മുടെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതും ഒരു 15-16% കറക്ഷനാണ് നമ്മുടെ മാർക്കറ്റിൽ വരാറുള്ള വലിയ കറക്ഷൻ. ഞാൻ പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചാണ്. ഇനി എക്സ്ട്രീം കറക്ഷനാണ് ഈ പറയുന്നത് 40% കൊറോണയ്ക്കും 2008 മാത്രം സംഭവിച്ചു. 2 പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളൂ, കൂടുതലും സംഭവിച്ചിട്ടില്ലല്ലോ. പക്ഷെ അല്ലാത്ത എല്ലാ നോർമൽ കറക്ഷൻസും 16 to 18% കറക്ഷൻസാണ്. 30% കറക്ഷൻസ് ഉണ്ട്, അതും ഭയങ്കര റെയറാണ്. അപ്പോൾ നോർമലി വരുന്ന വലിയ കറക്ഷൻ എന്ന് പറയുന്നത് 18%. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും പാർട്ടിസിപ്പൻസ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ഈ ഒരു സമയത്ത് ഗ്രൂപ്പ് എടുത്ത് നോക്കൂ, ലാർജ് ക്യാപ് ഫണ്ടൊക്കെ ഇപ്പോൾ ഭയങ്കര വിലക്കുറവല്ലേ, വാങ്ങിക്കട്ടെ എന്നുള്ളൊരു ടോക്ക് എല്ലാ ഗ്രൂപ്പ്സിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ടൊക്കെ മാർക്കറ്റ് ഫാൾ വരുമ്പോൾ റീറ്റെയിലേഴ്സ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഉൾപ്പെടെ സ്റ്റോക്കുകൾ വിറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യുക. ഇപ്പം എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവരതിനെ കാണുന്നത്. ഇപ്പം എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളുണ്ടല്ലോ, ഇവരെല്ലാവരും ഇന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത് സുല്ലേ ഏത് മ്യൂച്വൽ ഫണ്ടാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്. ഇപ്പം ഇത് തന്നെയാണ് എല്ലാവരും ആലോചിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പുകളിൽ പറഞ്ഞ ചർച്ച നോക്ക്,
സ്റ്റോക്ക് വേണ്ട, മ്യൂച്വൽ ഫണ്ടിലിടാം. ഈ മ്യൂച്വൽ ഫണ്ട് ഈ പൈസ എവിടെ കൊണ്ടിടുന്നത്? സ്റ്റോക്കുകളിൽ തന്നെയല്ലേ. അപ്പോൾ റീറ്റെയിലേഴ്സിന് പാർട്ടിസിപ്പേഷൻ കൂടുകയും റീറ്റെയിലേഴ്സ് മാർക്കറ്റ് ഫാളിൽ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫാൾ ചെയ്യും. മാർക്കറ്റിന് ഡ്രൈവ് ചെയ്യുന്നത് ആരാണ്? ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി അവൈലബിൾ ആണെന്നേ, മാർക്കറ്റ് ഫാൾ ചെയ്യില്ലേ. അപ്പോൾ ഇനി FIs വിറ്റിട്ട് പോട്ടെ, എത്ര ശതമാനം അവർക്ക് വിൽക്കാൻ പറ്റും? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊരു ടെമ്പററി കറക്ഷൻ ആണെന്നും ഇതിലും 10 മടങ്ങ് ഹയർ ഹൈസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നുള്ളൊരു, ഇന്ത്യൻ മാർക്കറ്റ് ഉറപ്പായിട്ട് മുകളിൽ പോകും. ചിലപ്പോൾ ഈ കറക്ഷൻ ചിലപ്പോൾ ഒരു 3 മന്തോ 6 മന്തോ കണ്ടിന്യൂ ചെയ്തേക്കാം. ഒരു ബാഡ് സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ യുദ്ധമൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല, പക്ഷെ യുദ്ധം ഉണ്ടാവില്ല, അത് ചുമ്മയായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവാ. അതും ഈ നെഗറ്റീവിൻ്റെ കൂടെ എല്ലാ നെഗറ്റീവും വരുമ്പോഴാണല്ലോ നെഗറ്റീവ് വലുതാവുന്നത്. അതിൻ്റെ അകത്ത് ഒരെണ്ണം നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവ് ആണെന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ നെഗറ്റീവും തന്നെ ആൾക്കാർ മറന്നു നോക്കുള്ളൂ. ഇതാണ് ശരിക്കും സംഭവിക്കുക. അപ്പോൾ യുദ്ധം ഉണ്ടാവുന്നില്ല, ജപ്പാൻ്റെ ഇഷ്യൂസ് സോർട്ട് ഔട്ട്. ഇന്ന് ജപ്പാൻ്റെ ആൾ വന്നിട്ട് നല്ല പോസിറ്റീവ് പറഞ്ഞാൽ തീർന്നു, ഇഷ്യൂസ് തീർന്നു, പിന്നെ ആൾക്കാർ മറന്നു. പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നവംബറിൽ US ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ട്രംപ് വിജയിക്കും എന്നുള്ള കാര്യത്തിന് 99% ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അറിയില്ല, ഇലക്ഷനാണ്. അതെ. അപ്പോൾ US ട്രംപ് വിജയിച്ചാൽ അത് US മാർക്കറ്റിന് വളരെ ഗുണമുള്ളൊരു കാര്യമല്ലേ. ട്രംപിന് വേണ്ടി എലോൺ മസ്ക് ഒക്കെ ഡയറക്റ്റ്ലി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ട്രംപ് വിജയിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഇൻഡസ്ട്രിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തി വിജയിച്ചാൽ അത് US മാർക്കറ്റിന് ഗുണം ചെയ്യും. അപ്പോൾ എലക്ഷൻ വരെയെങ്കിലും ചിലപ്പോൾ ഒരു കറക്ഷനൊക്കെ സൈഡ് വൈസ് ആയിട്ട് പോയി എലക്ഷനോട് കൂടി ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റിസിഷൻ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ ഫെഡ് റിസർവിൻ്റെ മീറ്റിംഗ് വരെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി പെട്ടെന്ന് കൂട്ടുമോ എന്നുള്ളത് നമുക്കറിയില്ല. കൂട്ടാനും സാധ്യതയില്ല, കുറയ്ക്കാനും സാധ്യതയില്ല. ഒരു പക്ഷേ ഒരു ക്വാർട്ടറും കൂടി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ഡിസിഷൻ നീണ്ടു പോയേക്കാം. എന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാനൊന്നും പ്രത്യേകിച്ച് ഈ കറണ്ട് സിറ്റുവേഷനിൽ ഒന്നും ഞാൻ നെഗറ്റീവായിട്ട് വിചാരിക്കുന്നില്ല. ഇതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക, നല്ല സ്റ്റോക്കുകളും നല്ല മ്യൂച്വൽ ഫണ്ടുകളും അക്യുമുലേറ്റ് ചെയ്യുക. വിക്സ് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫിയർ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ വലിയ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു കറക്ഷൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എല്ലാവരും എടുക്കുക. ഓവർ പൊസിഷൻസ് അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻറ്റിലൊന്നും ട്രേഡ് ചെയ്യാതിരിക്കുക, സൂക്ഷിച്ച് മാത്രം ചെയ്യുക, ക്ഷമ കാണിക്കുക. അതായത് ഫാള് തീർന്നു എന്നല്ല ഞാൻ പറയുന്നത്, ഇനിയും ചിലപ്പോൾ ഫാൾ ചെയ്തേക്കാം. പക്ഷെ പാർട്ട് ബൈ പാർട്ടായിട്ട് SIP പോലെ ക്ഷമയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഓപ്പർച്യൂണിറ്റി ആവും. അതിൽ ഒറ്റയടിക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ഇനി ഫാളോ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വരരുത്. നമ്മൾ അങ്ങനെ തന്നെയാണ് അഡ്വൈസ് ചെയ്യാറ്. അതായത് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കി ഓപ്പർച്യൂണിറ്റി വരട്ടെ, വെയിറ്റ് ചെയ്യുക. സോ എനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങൾ ചോദിക്കൂ. റിയൽ ടൈം ഡാറ്റകൾ നമുക്ക് കൂടുതൽ അനാലിസിസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.